ശ്രീ വി ആർ അനൂപ്, ഇതാ എൻ്റെ ചോദ്യം. ഇതിന് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നൽകിയ മറുപടി, ഷാർപ്പായൊരു മറുപടി എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വി ഡി സതീശനെ പോലെ ഒരാൾ ഉന്നയിക്കുന്ന നിരവധിയായ സംശയങ്ങളുണ്ട്. അത് സംഘപരിവാറിൻ്റെ ബി ടീമായി നിന്നുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. വി ഡി സതീശൻ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രതികരണം എന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാപട്യത്തിൻ്റെ ഭാഗമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് CPIഎമ്മിന് അല്ലെങ്കിൽ സർക്കാരിനൊക്കെ ഈ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കാപട്യമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രതികരണങ്ങളാണ് നമ്മൾ നൽകിയിരുന്നത്. ഒന്ന് വി ഡി സതീശൻ്റേത്, മറ്റൊന്ന് വി എൻ വാസവൻ്റേത്. വി എൻ വാസവൻ ആ പ്രതികരണത്തിൽ പറയുന്നത് ഇത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നേരത്തെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ആ 3 ലക്ഷ്യങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒരു സംഗമം എന്നതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. അപ്പോൾ വി ഡി സതീശനടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ മറുപടി മതി, അല്ലെങ്കിൽ ഈ മറുപടി എന്നത് ഷാർപ്പാണ് എന്നാണ് താങ്കൾ പറയുന്നത്? വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മതിയായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇവിടെ CPIഎമ്മിന്റെ ബഹുമാന്യനായ പ്രതിനിധി പറയുന്നത് എന്താ? BJPയുടെ ബി ടീം ആരാണ് എന്നൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പോലും തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിന്റെ പകർപ്പ് എന്നാ പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗുരു ഗോൾവാൾക്കർ ആണെന്ന് തോന്നുന്നു. ശ്രീനാരായണ ഗുരു ഒരിക്കലും ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ആത്മീയ നിലപാട് പറഞ്ഞ ഒരാളല്ല. അപ്പോൾ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, സംഘപരിവാറിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന CPIഎമ്മിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, സംഘപരിവാറിന് വലിയൊരു അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാ? ഇപ്പൊ ഇവർ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നു. ഇവരതിന് പറയുന്ന ഒരു കാരണം എന്താ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം. സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന വാർഷികമാണെങ്കിൽ അത് ശബരിമല അയ്യപ്പ സംഗമമായി ആഘോഷിക്കേണ്ട ഒന്നല്ലല്ലോ. ഒരുപാട് ക്ഷേത്രങ്ങൾ ശബരിമലയുമായി എന്തെങ്കിലും പ്രത്യേക ബന്ധം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ സത്യത്തിൽ CPIഎം ഞങ്ങളിത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടാണെന്ന് തുറന്നു പറയാനുള്ള ധീരത പോലും അവർക്കില്ല. അവർ ഒളിച്ചു കടത്തുകയാണ്. ഈ ഒളിച്ചു കടത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് CPIഎം ഇവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബദൽ സംഗമം നടത്താൻ നിൽക്കുകയാണ് സംഘപരിവാർ. സംഘപരിവാർ ഈ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സുവർണാവസരമാണ് എന്ന് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാ. ഇത് വീണ്ടും സംഘപരിവാറിന് ഒരു സുവർണാവസരം സൃഷ്ടിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. ഇവർ ഈ ശബരിമല വിവാദ കാലത്ത് ഞങ്ങളെ കുറിച്ച്, കേരളത്തിലെ പ്രതിപക്ഷത്തെ കുറിച്ച്, കേരളത്തിലെ UDF സംവിധാനത്തെ കുറിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഏറ്റവും വലിയ ആക്ഷേപമായി ഇവർ ഉന്നയിച്ചത് എന്താ? ഞങ്ങളൊക്കെ മഹാപിന്തിരിപ്പന്മാർ, പുരോഗമനകാരികൾ എന്ന് പറയുന്നത്, നവോത്ഥാനം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ആണ്. എന്നിട്ട് ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? ബിന്ദു അമ്മിണിയെ ആ സംഗമത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് ബിന്ദു അമ്മിണി വിശ്വാസിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ ഞങ്ങൾ എടുത്തതിൽ നിന്ന് ഗുണപരമായി വ്യത്യസ്തമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ നിലപാടിലേക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ പഴയകാല നിലപാടുകൾ തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറയാനൊരു ആർജവം വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആർജവം പ്രകടിപ്പിക്കേണ്ട ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ. ഇവർ സത്യത്തിൽ ശബരിമലയെ സംബന്ധിച്ച് CPIഎമ്മിന്റെ ലക്ഷ്യങ്ങൾ, ഭരണമുന്നണിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നിഗൂഢമാണ്, ദുരൂഹമാണ്. ഇവർ ഈ കാര്യത്തിൽ ഒരു സത്യസന്ധതയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരം നിലപാടുകളൊക്കെ സ്വീകരിച്ച ആളുകളെ ഒരു ബൈനറി സൃഷ്ടിക്കുകയാണ്. ഞങ്ങളൊക്കെ വലിയ പുരോഗമനകാരികൾ, നിങ്ങളൊക്കെ പിന്തിരിപ്പന്മാർ. ഇപ്പൊ ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവർക്കത് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. ഞങ്ങൾ അതിനകത്ത് ഒരു പ്രായോഗികമായ, കോൺഗ്രസിനകത്ത് പോലും വ്യത്യസ്തമായ നിലപാടുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മറച്ചു വെക്കുന്നില്ല. ജെൻഡറുമായി ബന്ധപ്പെട്ട്, ലിംഗനീതിയുമായൊക്കെ ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്ത നിലപാട്, ഇവിടെ നമ്മൾ ഇത്തരം നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ആ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും വലിയ മുതലെടുക്കാൻ പോകുന്നത് സംഘപരിവാറാണ്. അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾ സമം സംഘപരിവാർ എന്നുള്ളൊരു നരേറ്റീവ് അപകടകരമാണ്. നിങ്ങൾ ഈ വിശ്വാസികളെ, ശബരിമലയെ സംബന്ധിച്ച് ആശങ്കയുള്ള ആളുകളെ മുഴുവൻ സംഘപരിവാർ പക്ഷത്തേക്ക് തള്ളിവിടരുത്. ഇവരുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്ന വളരെ പ്രായോഗികവും കൃത്യവുമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ്.
ഈ പറയുന്ന CPM അന്നത്തെ നിലപാട് എന്താ, ഇന്നത്തെ നിലപാട് എന്താ? ഇവർ ഒളിച്ചു കളിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവർ വലിയ സംഘപരിവാർ വിരുദ്ധരാണ് എന്നല്ലേ CPM പ്രതിനിധി അവകാശപ്പെടുന്നത്? ഇപ്പോ ശബരിമലയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ശബരിമലയെ കുറിച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടന്നത് വാവർ സന്നിധിയുമായി ബന്ധപ്പെട്ട. ശബരിമലയിൽ ഒരു വാവർ സ്വാമിയുടെ നട എന്ന് പറയുന്നത് അടിച്ചു തകർക്കണം എന്ന് പറയുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന വിജി തമ്പിയ. B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വയനാട് വന്ന് പ്രസംഗിച്ചു പോയി ശബരിമലയിൽ വാവറുള്ളത് കൊണ്ട് നാളെ വഖഫ് ഭൂമിയാണെന്ന്. ഇത് രണ്ടിനുമെതിരെ കേസ് കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വയനാട് B ഗോപാലകൃഷ്ണനെതിരെ ഇപ്പോഴും ഞാൻ ഈ കൽപ്പറ്റ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സംഘപരിവാർ ശബരിമലയെ ആക്രമിക്കുന്ന ഒരു സന്ദർഭത്തിലും പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ലെന്നേ. ഇവർ സംഘപരിവാറിന് വേണ്ടി കളമൊരുക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ പോലുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി വ്യക്തമായി ഇതിനെ എതിർക്കുമ്പോൾ നിങ്ങൾ സംഘപരിവാർ ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണെന്ന് പറയാം. ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ വിശ്വാസികളുടെ ആശങ്കകൾ അഡ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. വിശ്വാസികൾ സമം സംഘപരിവാർ അല്ലാതെ. അപ്പോൾ ഈ അനൂപ്, അതായത് നമ്മൾ ഇതിന്റെ രാഷ്ട്രീയം നേരത്തെയും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ സംഗമത്തിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു വ്യക്തമായ ധാരണയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, കോൺഗ്രസ് അതിനകത്ത് ഈ ഘട്ടത്തിൽ സർക്കാരിന് വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ആവർത്തിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശം ഞങ്ങളെ സംബന്ധിച്ച്, കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സംശയാസ്പദമാണ്. ശരി, ഒരു 10 വർഷം ഇത്തരം ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അപ്പുറത്ത് സംഘപരിവാറിന് ഒരു ബദൽ സംഗമത്തിന് അവസരം ഉണ്ടാക്കുന്നു, കേരളീയ സമൂഹത്തിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നു. അല്ലാതെ സൃഷ്ടിപരമായി ഒരു ലക്ഷ്യവും ഈ സംഗമത്തിനില്ല എന്നത് വ്യക്തമല്ലേ? പിന്നെ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന പിണറായിയുടെ വിജയൻ സ്ഥിരമായി കാണുന്ന സ്വകാര്യ ജ്യോതിഷിയാണ് പറഞ്ഞത് നടത്താനെന്ന് പറയുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തുണ്ടാക്കിയപ്പോൾ അത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അത്തരം ആധികാരികതയില്ലാത്ത അത്തരം ആരോപണങ്ങളൊന്നും ഇത്ര ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ എന്തിനും നടത്തുന്നു എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത CPM-നാണ്. ആളുകൾ അങ്ങനെ സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ. അല്ല, അങ്ങനെ ജ്യോതിഷ ഏതാണ്ട് 1 കൊല്ലം മുന്നേ ഒക്കെ പ്ലാൻ ചെയ്യുമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അത് കുറച്ചു മുമ്പേ പ്ലാൻ ചെയ്ത് തുടങ്ങിയല്ലോ. പശുത്തൊഴുത്തുണ്ടാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഈ പറയുന്ന ഗുരുവായൂരപ്പ ഭക്തനായ കരുണാകരൻ മുതൽ വിശ്വാസിയെ എല്ലാം നിരവധി പേർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ പശുത്തൊഴുത്തുണ്ടായിട്ടില്ല. അതായത് ഈ പശുത്തൊഴുത്ത് താങ്കൾ ഈ പറയുന്നത് പിണറായി വിജയൻ വിശ്വാസത്തിന്റെ പുറത്ത് ആരംഭിച്ചതാണ് എന്നാണ്. വാസ്തുശാസ്ത്രപരമായി അദ്ദേഹത്തിന് അങ്ങനെ നിർദ്ദേശങ്ങൾ വീടിനകത്ത് പശുത്തൊഴുത്ത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും ആധികാരികമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഈ CPM-നകത്ത് നിന്ന് തന്നെയല്ലേ വിശ്വാസങ്ങളോ? CPM സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയല്ലേ ഈ പറയുന്ന ജോത്സ്യന്മാരെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്ന കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വന്നത് CPM-ന്റെ സംസ്ഥാന സമിതിയിൽ അല്ലേ? അത് ജോത്സ്യനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അതിപ്പോൾ ഒരു ജ്യോത്സ്യ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജ്യോതിഷത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കാണാൻ സാധിക്കൂ എന്നൊക്കെ വിലയിരുത്താൻ സാധിക്കുമോ? അല്ല, അല്ലെങ്കിൽ CPM വ്യക്തമാക്കട്ടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പുതിയ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നേരത്തെ അവർ പറഞ്ഞു വാദം നിലനിൽക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വാർഷികമാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാ. പല ക്ഷേത്രങ്ങളും ഉണ്ട്. എന്തിനായി? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ പ്ലാറ്റിനം ആഘോഷം അല്ലെങ്കിൽ ശതാബ്ദി ആഘോഷം എന്ന് പറഞ്ഞ് അങ്ങനെ നടത്തിക്കൂടെ? അപ്പൊ ഇത് ആഗോള അയ്യപ്പ സംഘം എന്ന ടൈറ്റിൽ കൊടുത്ത് ഇങ്ങനൊരു സംഗമം നടത്തുന്നതിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് നേരത്തെ പറഞ്ഞ ഉദ്ദേശമാണോ, അതല്ലെങ്കിൽ വേറെ രാഷ്ട്രീയമായ നേരത്തെ പറഞ്ഞ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് നടത്തുന്നതാണോ എന്ന് വിശദമാക്കേണ്ടത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. ശരി, ശ്രീ RV ബാബു, അതായത് പ്രതിപക്ഷ നേതാവ് ഈ സംശയമാണ് ഉയർത്തുന്നത്. ഇതൊരു തരം കാപട്യമാണ് എന്ന് പറയുന്നു, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഭക്തി മാത്രമാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇത് സംഘപരിവാറിനുള്ള അവസരമൊരുക്കലാണ് എന്നുകൂടി കോൺഗ്രസ് പാളയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം അനുസരിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പുനഃപരിശോധിക്കുന്നതിന് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ സർക്കാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട്. ഈ സംഗമത്തിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി സർക്കാർ തലത്തിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നുണ്ടോ ശ്രീ RV ബാബു? ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോ വല്ലാത്തൊരു പ്രതിരോധത്തിലാണ്, ആശയക്കുഴപ്പത്തിലാണ്. പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു.
പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ പരിപാടി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആരംഭിച്ചത്, പക്ഷെ ആ ലക്ഷ്യം അവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെ അതിന് മുൻപായിട്ട് ഈ കോൺഗ്രസിന്റെ നേതാവും CPM-ന്റെ നേതാവും ഒക്കെ പറഞ്ഞു, ഈ സംഘപരിവാർ ഇവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു, സംഘപരിവാറിന് പരവതാനി വിരിക്കുന്നു, സംഘപരിവാറിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നൊക്കെ. ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. അങ്ങനെ കരഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ. കാരണം കേരളത്തിൽ സംഘപരിവാറും സംഘപരിവാറിന്റെ ആശയവും ഒക്കെ ഇന്ന് സ്വാധീനം ഉറപ്പിച്ചത് ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. കേരളത്തിൽ കഴിഞ്ഞ 10, 50, 60 വർഷമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ 80 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ച് നേടിയെടുത്ത സ്വാധീനമാണ്. അത് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള ഇരട്ടത്താപ്പുകളും വർഗീയ പ്രീണനങ്ങളും കേരളത്തിലെ ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ സമൂഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാറിന് കേരളത്തിൽ സ്വാധീനം കിട്ടിയത്. ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഇവിടെ സംഘപരിവാറിന്റെ വർഗീയതയെ കുറിച്ചൊക്കെ വലിയ തോതിൽ ശബ്ദിക്കുന്ന ആളുകൾ ആരാണ്? അവർ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കൂടെ നിർത്തിക്കൊണ്ടാണ് സംഘപരിവാറിനെ ആക്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തനി തീവ്രവാദ വർഗീയ പ്രസ്ഥാനം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ തോളിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാറിനെ വർഗീയ പ്രസ്ഥാനമായിട്ടൊക്കെ പറയുന്നത്. അവര് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വലിയ തോതിൽ വിമർശിക്കും. ആരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ നിന്നുകൊണ്ട് ആണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം വിഷയത്തിലേക്ക് ഊന്നിക്കൊണ്ട് പറയുന്നവരും സംഘപരിവാറിനെ 4 ചീത്ത പറഞ്ഞാൽ അതാണ് ചർച്ചയ്ക്ക് വേണ്ടത് എന്ന് ധരിച്ചുകൊണ്ട് ചർച്ചയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിന് ചെറിയ മറുപടി ഒതുക്കിക്കൊണ്ടങ്ങ് പോവുകയാണ്. ഇവിടെ അടിസ്ഥാന പ്രശ്നം